രാജ്യക്കാരുടെ പല ഭാഗത്തും നമ്മോട് വന്നവരാണ്. എന്തിന്? അവർ പണം സമ്പാദിക്കാൻ വേണ്ടി വന്നവരല്ല, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നവരല്ല, കച്ചവടത്തിന് വേണ്ടി വന്നവരല്ല, അതേ പ്രകാരം ഇവിടെ സൂഹിക്കാൻ വേണ്ടി വന്നവരല്ല, ഇവിടെ മുതലുകളെ കവർന്നെടുക്കാൻ വേണ്ടി വന്നവരല്ല. അവരെല്ലാം നമ്മുടെ ശാന്തിയും സമാധാനത്തിലോടുകൂടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാലോ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ജിന്നി വക്തിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല റബ്ബ് സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഒരു അവതാനാനും തീരണമെന്ന് കാംക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചും കൊണ്ട് നാനാഭാഗത്തു നിന്നും നാനാ പ്രദേശങ്ങളിൽ നിന്നും ഹിന്ദി സംസാരിക്കുന്നവരായിക്കൊണ്ടും അറബി സംസാരിക്കുന്നവരായിക്കൊണ്ടും ഉറുദു സംസാരിക്കുന്നവരായിക്കൊണ്ടും ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അവർ വന്നുപോയി. അങ്ങനെ ഓരോ പള്ളികളിലെ സമീപത്തായിക്കൊണ്ടും കാടിന്റെ കാടുകളിലായിക്കൊണ്ടും മരങ്ങനേരത്തിന്റെ സമീപത്തായിക്കൊണ്ടും ആരാരും കാണാത്ത വഴിയിലായിക്കൊണ്ടും ആരാരും നോക്കിയാലും കാണാത്ത പ്രദേശത്ത് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവർ അല്ലാഹുവിനെ സ്നേഹിച്ചിട്ടും ബഹുമാനിച്ചിട്ടും കൊണ്ട് വന്നവരാണ്. അവരാണ് ഈ ദീനെ ഈ ലോകത്ത് നമുക്ക് കാണിച്ചു തന്നത്. അവരാണ് ഈ ലോകം കൊണ്ട് ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവർ മുഖാന്തരമാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഇവിടെ ഇങ്ങനെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഏതാക്കുന്ന കാലഘട്ടം. ഇങ്ങനെയുള്ളതായ ഔലിയാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കയ്യാൽ പല കറാമത്തുൽ അദൃശ്യ സംഭവങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്തു. എന്തെല്ലാം അദൃശ്യ സംഭവങ്ങൾ? വസ്ബിതൻ ലിൽ ഔലിയൽ കറാമ വമൻ നഫാ വമിദൻ കലാമാ. ഇങ്ങനെ അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിനെ മഹബത്തിലായിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് കറാമത്തുണ്ട്. ആരെങ്കിലും കറാമത്തില്ല എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിലെ ഒരു കാതിൽ കേട്ട് മറ്റേ കാതിൽ ഇളക്കി കളയണം. കാരണം നമ്മളുടേതായ രാജ്യത്ത് എല്ലാ പ്രദേശത്തും ഒരു ശക്തി ഉയർന്നു വരുന്നു. എന്ത് ഒലി, എന്ത് കറാമത്ത്, ഇങ്ങനെയുള്ളതായ ഒരു സമൂഹം നമ്മളിൽ വന്നു. എന്ത് ഒലി, എന്ത് കറാമത്ത്, ആര് പറഞ്ഞു ഒലി, എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, എന്തിന് വന്നു, ഇങ്ങനെ എവിടെ പോകുന്നു, ജാർത്തിന് പോകാനോ, എവിടെ, എന്തിന്, ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യുന്നതായ കുറെ തലമുറകൾ നമ്മുടേതായ ആൾക്കാർ. അങ്ങനെ ചില ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അള്ളാഹുവിന്റെ കറാമത്ത് നിഷേധിക്കുന്ന ഒരവസ്ഥ അത് ഭയങ്കരത്തെ നിക്കിരിച്ചിട്ട് നോമ്പോറ്റിട്ടൊന്നും കാര്യമില്ലല്ലോ. നിക്കിരിച്ചിട്ട് നോമ്പോറ്റിട്ട് ഇങ്ങനെ എത്ര നിക്കിരിച്ചാലും നോമ്പോറ്റാളും കഴിഞ്ഞ് കടന്നുപോയ അവസാനം കാഫറായി ചൈത്ത് എത്ര പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചില്ലേ? പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചില്ലേ? എത്ര എത്ര കിങ്കേമന്മാരുണ്ടായിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ കാണാമല്ലോ. അതല്ല അള്ളാഹുവിനെ മഹാന്മാരായ ആൾക്കാരെ ധിക്കരിച്ചാൽ, അള്ളാഹുവിനെ സ്നേഹിച്ചവരെ ധിക്കരിച്ചാൽ അള്ളാഹുവിന്റെ സ്നേഹം അവിടെ ഇല്ല. അള്ളാഹു തന്നെ ശരിക്ക് അറിയിച്ചതാണ് എന്റെ വലിയനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നാവ് കൊണ്ടോ കൈകൊണ്ടോ അവർ അനാവശ്യമായോ ചീത്തയായോ കാര്യങ്ങൾ എന്ന് ദൂരം കൊണ്ട് ചെല്ലിയാൽ അള്ളാഹു പറയുന്നു, ഓൻ അറിയിച്ചുകൊള്ളണം ഞാനും അവനുമായി യുദ്ധത്തിലാണ്. അള്ളാഹു അവനായിട്ട് യുദ്ധത്തിലാണ് അറിയിച്ചു കൊടുക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യാൻ അള്ളാഹ് ജയിക്കാൻ തന്നെ ഇവൻ ജയിക്കോ? പിന്നെന്തിനാ ഇവന്റെ നിസ്കാരവും നോമ്പെല്ലാം? ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, ബാല്യക്കാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി ദുഷ്ടശക്തികൾ ഇവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് അതില്ല. മുമ്പെല്ലാം ഇങ്ങനെയുള്ളതായ ഔലിയാക്കന്മാർ ആരിഫ്യങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ്. ആ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെതായ ഫലം നമ്മുടെ സമുദായത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ സമുദായത്തിൽ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു മറ്റുള്ള എല്ലാ ജനസമൂഹങ്ങളും. ഇന്ന് നമ്മൾ തന്നെ അതിനെ ഇതാക്കാൻ തുടങ്ങി, ആക്ഷേപിക്കുവാനും എതിർക്കുവാനും കൂടെ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്നും ആ ബഹുമാനത്തിന് അല്ലാഹു കളഞ്ഞു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ഈ പദവി എത്താനുള്ള കാരണം അള്ളാഹുവിനെ അമൽ ചെയ്തുകൊണ്ടാണ്, ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്, ബുക്കുകൾ വായിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ വേറൊന്നും ചെയ്തുകൊണ്ടല്ല. അള്ളാഹുവിനെ സദാസമയം ഇബാദത്ത് ചെയ്തു. അള്ളാഹു പറഞ്ഞ കാര്യമല്ലേ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, ആമനു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യത്തിൽ അതേ പ്രകാരം വിശ്വാസ പ്രമാണങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും
വെറും വിശ്വസിക്കാൻ മാത്രമല്ല, വഅമിലു സ്വാലിഹാത്തി, വിശ്വാസ പ്രമാണത്തിന്റെ കാര്യങ്ങളോട് പറയുമ്പോൾ ഓരോന്നും വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. എങ്ങനെയാണ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് ചോദ്യമാണ്. എങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത്? ഓരോന്ന് പറയും, നേരെ അങ്ങോട്ട് വെളുത്തു പോകും. അള്ളാഹിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, മലായിക്കത്തുകളെ കൊണ്ട് വിശ്വസിക്കണം, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം, അവസാനം നാൾ കൊണ്ട് നമ്മൾ ഏതാക്കണം വിശ്വസിക്കണം. ഖൈറും ശർറുമായ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ളതാണ് എന്നുകൊണ്ട് നമ്മൾ ഏതാക്കണം വിശ്വസിക്കണം. ഈമാൻകാർ 6 കൊണ്ടും വിശ്വസിക്കണം. ഒരു കൂട്ടർക്ക് ഈമാൻകാർ 5. ഈ കൂട്ടർക്ക് എപ്പോഴും കൊറോടിയാക്കുന്ന ലാഭമുള്ള കാലത്തിലെല്ലാം അവരുണ്ടാവും. അധികമെല്ലാം ആ കൂട്ടത്തിലുള്ളത് ബിസിനസ്സുകാരാണ്. ബിസിനസിന്റെ കാര്യത്തിൽ ലാഭമില്ലേ, കച്ചവടത്തിൽ ലാഭം ഉണ്ടാകണം. 20 റക്അത്തിരിക്കൂല, തറാവി 8 ഇരിക്കും. കാരണം 12 ലാഭമായി. പിന്നെയോ അതിൽ മിർഷാഫി നേതാക്കളെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഒരു കണ്ണോ കൈ കണ്ട, അധികരല്ല, മറ്റേ ദ്വാര കണ്ട, അതുകൊണ്ട് കുറെ പൈസ അരിയും ഇറച്ചിയും അതും ഉസ്താമാർക്ക് കൊടുക്കുന്ന പൈസ അതും ലാഭമായി. ഇങ്ങനെ ലാഭത്തിന്റെ കാര്യത്തിലൊക്കെ എല്ലാവരും അതിലോട് ചേരുന്നു. ബഹുമാനപ്പെട്ട ഉപരികളെ, അതൊരു ലാഭമല്ല, നമ്മൾക്ക് നഷ്ടമാണ്. നമ്മൾക്ക് നഷ്ടമാണ്. നമ്മൾക്ക് അറിയാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ബർക്കത്തെടുക്കുകയും ചെയ്യും. എത്രയോ മഹത്തുക്കൾ കഴിഞ്ഞു കടന്നുപോയി. അവരിൽ നിന്നും ദീനിൽ നിന്ന് തെറ്റി മരിച്ചവരല്ല. അവരെല്ലാം കലിമത്തുൽ തൗഹീദ് ചൊല്ലിക്കൊണ്ട് നല്ല നിലയ്ക്ക് ഈമാൻ കിട്ടി മരിച്ചവരാണ്. ഓരോ ചരിത്രം നമ്മുടെ ചരിത്രം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സഹിക്കാൻ മനസ്സിലാക്കി ഓരോ വിഷയങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ളതായ റൂസുകളൊക്കെ കഴിഞ്ഞടക്കുമ്പോൾ നടത്തുന്നതായ സന്ദർഭത്തിൽ മഹത്തുക്കളതായ പാത പിൻപറ്റാൻ വേണ്ടിയൊരു ശ്രമം നമ്മളെ ഭാഗത്തുണ്ടാവണം. അവരെ എതിർക്കുന്നവരെ നമ്മളേതാക്കണം കൈനത്രേ. അവരോട് പറഞ്ഞു നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവരെ ആ വിശ്വാസത്തിനും ഇങ്ങോട്ട് മടക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് സാധിക്കുന്നില്ലാത്ത പക്ഷം അവർ നമ്മൾ ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുക. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് നീങ്ങാം. ഇന്നല്ലദീന ആമനു, തീർച്ചയായും ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈകഹും ഖൈറുൽ ബരിയ. ഇങ്ങനെ വിശ്വാസ പ്രമാണങ്ങൾ വിശ്വസിക്കുകയും വഅമിലു സ്വാലിഹാത്തി, എല്ലാ ഫർദും സുന്നത്തുമായ എല്ലാ അമലുകളെയും കൈവിന്റെ പരമാവധി അവർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഫർദ് അവരെടുത്തിരിക്കുന്നു, സുന്നത്തും ചെയ്തിരിക്കുന്നു. നമ്മ ഫർദ് എടുക്കുന്നുള്ളൂ. ആ ഫർദ് തന്നെ ഏത് രൂപത്തിലുള്ള ഫർദ്? എന്താണ് ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ നിസ്കാരത്തിന്റെ അവസ്ഥ? നമ്മുടെ വുദൂഇന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ ഒരുത്തരിക്കും പറയാൻ സാധ്യമല്ല എന്റെ വുദൂ സഹിയാണ്, ഒരുത്തരിക്കും പറയാൻ സാധ്യമല്ല നിസ്കാരം സഹിയാണ്. പക്ഷേ നെറ്റിക്ക് നോക്കിയാൽ തയമ്പുണ്ടാവും, മുട്ടിന് നോക്കിയാലും തയമ്പുണ്ടാവും, കാലിൽ നോക്കിയാലും തയമ്പുണ്ടാവും. നാളെ ആഖിറത്തിലെത്തി കഴിഞ്ഞാൽ പട്ടികയിൽ നിസ്കാരത്തിന്റെ ആ പട്ടിക അങ്ങോട്ട് വായിക്കുന്ന സന്ദർഭത്തിൽ നീ നിസ്കരിച്ചതാണ് എന്നുള്ളതായ പട്ടികയിൽ നിന്റെ പേരുണ്ടാവുകയല്ല. അല്ലാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. എല്ലാവരും നിസ്കരിക്കുന്ന ആളാണ്.